ഹലോ ഫ്രണ്ട്സ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. എഗെയിൻ ഒരുപാട് ആൾക്കാർ സ്ഥിരമായിട്ട് ചോദിക്കുന്നത്, അതായത് ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഞാൻ അപ്ലൈ ചെയ്യണം, എന്താണ് എൻ്റെ കട്ട് ഓഫ്, ആ കോളേജിൽ ഏത് പ്രോഗ്രാംസ് ആണ് നല്ലത് മുതലായ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു കോളേജാണ്. എൻ്റെ ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുമായിട്ടുള്ള ഒരു റിലേഷൻ പറയുകയാണെങ്കിൽ, എനിക്ക് ഉള്ളൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഐ നോ ദറ്റ് ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് നല്ല പഴക്കമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് അറിയാം. ആൻഡ് പഴക്കം കൂടുന്നതനുസരിച്ച് അവരുടെ അലുമിനൈസും അത്രയധികം നല്ല സ്ഥലങ്ങളിലുണ്ടാവും. സോ ഡെഫിനറ്റ്ലി ഇപ്പം XMB കഴിഞ്ഞ വീഡിയോയിലാണെങ്കിലും കുറച്ച് സ്ട്രോങ് അലുമിനീസ് ഉണ്ടാവും. അപ്പം ഞാൻ സമ്മർ ഇന്റേൺഷിപ്പ് ചെയ്തത് യുണൈറ്റഡ് ഹെൽത്ത് ഗ്രൂപ്പ് ഒപ്റ്റം എന്ന് പറയുന്ന ഒരു US ബേസ്ഡ് ഹെൽത്ത് കെയർ കമ്പനിയിലാണ്. അതൊരു ഫോർച്യൂൺ 5 കമ്പനിയാണ്. അപ്പോൾ അവരുടെ ഹയറിംഗ് എന്ന് പറയുന്നത്, അവർ ആ ടൈമിൽ ഹയർ ചെയ്തത് ഇന്റേൺസിന് ബാംഗ്ലൂർ, ഇൻഡോർ ആൻഡ് കോഴിക്കോട് 3 ക്യാമ്പസിൽ നിന്ന് മാത്രമേ അവർ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവർ ഒരു ക്യാമ്പസിൽ നിന്ന് കൂടെ ഞാൻ നോക്കിയപ്പോൾ ഒരു ഇന്റേണിനെ ഹയർ ചെയ്തിരിക്കുന്നത് ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആയിരുന്നു. അപ്പം ഐ വാസ് തിങ്കിങ് ലൈക്ക് വൈ നോട്ട് അതർ IIMs, വൈ നോട്ട് ഇതൊന്നും നോക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മുടെ അവിടുത്തെ ഒപ്റ്റത്തിലെ ഒരു സീനിയർ പ്രൊഡക്ട് ഡയറക്ടർ ഇസ് എൻ അലുമിനി 2005 അലുമിനി ഓഫ് ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. സോ അങ്ങനെയാണ് ഞാനും ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അതായത് സ്ട്രോങ് ഹോൾഡുള്ള കുറച്ച് വലിയ കമ്പനീസും റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒന്ന് ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും നമ്മുടെ കൂടെ നിന്നുള്ളത് അശ്വിനാണ്. സോ അശ്വിൻ ഓപ്പൺ ഡേറ്റ് കമ്മ്യൂണിറ്റിയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പറാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ GDP ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ഇൻപുട്സ് ഷെയർ ചെയ്യുന്ന നമ്മുടെ മെന്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെരി ആക്റ്റീവ് മെമ്പറാണ്. ആൻഡ് അശ്വിൻ ഇപ്പോൾ ഉള്ളത് ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അശ്വിൻ, താങ്ക്സ് ലോട്ട് ഫോർ കമ്മിങ് ഇൻ. ആൻഡ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ, എവിടെയാണ് പഠിച്ചത്, എന്താണ് ബാക്ക്ഗ്രൗണ്ട്, ആൻഡ് ഇപ്പോൾ ലൈക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അബൌട്ട് ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, ഞാൻ പാസ് ഔട്ട് ആയത് 2022 ബിടെക് മാർക്കോസിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു 10 months ഓഫീസ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ പാരലി ഞാൻ കാറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കാറ്റിന് എനിക്ക് 94.8% കിട്ടിയിരുന്നു. അങ്ങനെയാണ് ഇവിടെ PGD എനിക്ക് BIFS-ഉം PGD-യും ആണ് ഞാൻ അപ്ലൈ ചെയ്തത്. എനിക്ക് രണ്ടും കിട്ടിയായിരുന്നു. ഞാൻ കോറിൽ തന്നെയാണ് ഓക്കെ, PGDM കോറിലാണ് കയറിയത്. ഓക്കെ, മൊത്തം ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ എത്ര പ്രോഗ്രാംസ് ഉണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ ഏതൊക്കെ MBA പ്രോഗ്രാംസ് ഉണ്ട്? ആക്ച്വലി എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ആക്ച്വലി എല്ലാവരും കേറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഉണ്ട്. ഹെൽത്ത് കെയർ മാനേജ്മെന്റ് നല്ല പഴക്കം ചെന്ന ഒരു കോഴ്സാണ്. അത് 2 year MBA തന്നെയാണ്. അത് 2 year MBA തന്നെ. 2 year MBA ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഉണ്ട്. പിന്നെ അത് BIFS ഉണ്ട്. BIFS എന്ന് പറഞ്ഞാൽ ഫൈനാൻസ് ആണ്, ബാങ്കിങ്, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് ഉണ്ട്. പിന്നെ ബിഗ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്രാവശ്യം ഈ ബിഗ് ഡേറ്റ അനലിറ്റിക്സിൽ തന്നെ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ട്. അല്ലാതെ ഈ 1 year കംപ്ലീറ്റ് ആയിട്ട് ഫോറിൻ എക്സ്ചേഞ്ചിലോട്ട് പോകാൻ വേണ്ടി ഫസ്റ്റ് ഇയർ BDA തന്നെ ആയിരിക്കും. സെക്കൻഡ് ഇയർ അവർ പോർച്ചുഗീസിൽ ലിസ്ബണിൽ പോയി പഠിക്കും. അതിനൊരു ID എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. പിന്നെ കോർ ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള PGDM പ്രോഗ്രാം. ഇത്രയും പ്രോഗ്രാംസ് ആണ് ഉള്ളത്. അല്ലാതെ SPM പ്രോഗ്രാംസ് അതൊക്കെ വേറെ. മെയിൻ ആയിട്ടുള്ള 2 year കോഴ്സസ് എല്ലാം ആണ്. 2 year കോഴ്സ് ആണ് ഇത്രയാണുള്ളത്. ഓക്കെ, ഇതിന്റെയൊക്കെ ബാച്ച് സ്ട്രെങ്ത് എങ്ങനെയാണ്? അതായത് കോർ പ്രോഗ്രാമിലാണോ? മൊത്തം എത്ര ബാച്ച് സ്ട്രെങ്ത് വരുന്നുണ്ടാവും? ബാച്ച് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കോറിന് 300 ഉണ്ട്. BIFS-ന് 60 ആണുള്ളത്. ഹെൽത്ത് കെയർ മാനേജ്മെന്റ് 60. BD എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. 180 ഉണ്ട്. 180 ഉണ്ട്. അവരുടെ ആക്ച്വലി BD-ക്കാണ് ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റിൽ ഏറ്റവും കൂടുതൽ ആവറേജ് പ്ലേസ്മെന്റ് ഉള്ളത്. ഒരു 1 lakh, ഏകദേശം 1 lakh എബോവ് ആണ് ആവറേജ് ആണ്. PGDM കോറിന് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിനേക്കാളും 1 lakh എബോവ് ആണ് അവരുടെ. ഫ്ലാഗ്ഷിപ്പിനെക്കാളും മുകളിലാണ് ബിഗ് ഡാറ്റ ഇതുള്ളത്. അതിന് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ക്രൈറ്റീരിയ ഉണ്ടോ? അതായത് മിനിമം BTech വേണം, 4 year ഡിഗ്രി വേണം, വർക്ക് എക്സ്പീരിയൻസ് വേണം, അങ്ങനെ എന്തെങ്കിലും? അതുണ്ടെങ്കിൽ നല്ലതാണ്. കോഡിംഗ് ഡേറ്റ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം അല്ലെങ്കിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ അങ്ങനെ ഒരു ക്രൈറ്റീരിയ അവർ വെച്ചിട്ടില്ല കോളേജ്. ക്രൈറ്റീരിയ ആക്ച്വലി കഴിഞ്ഞ വർഷം വരെ വെച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ആൾക്കാരെ കാണുന്നുണ്ട്, അങ്ങനെ ടെക് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത ആൾക്കാർ അവിടെ BD-ക്ക് വരുന്നത് കണ്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന അത്, കാരണം BTech പോലെ അല്ല. നമുക്ക് BTech-ൽ നമുക്ക് അത് ബയോളജി എടുത്തിട്ടും നമുക്ക് കമ്പ്യൂട്ടർ സയൻസിലോട്ട് പോയാൽ നമുക്ക് പഠിച്ചെടുക്കാൻ സമയം കിട്ടും. ബട്ട് ഇവിടെ അങ്ങനെ പഠിച്ചെടുക്കാൻ അത്രയ്ക്ക് സമയം കിട്ടില്ല. 2 year പ്രോഗ്രാം ആണ്. എല്ലാം ട്രൈമസ്റ്റേഴ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് 3 മാസം ആയിരിക്കും ഓരോ സൈക്കിൾ. പൈത്തൺ, R, ജാവ ഇല്ല, പൈത്തൺ, R, പിന്നെ 2 പ്രോഗ്രാം കൂടെ അതിൽ വരുന്നുണ്ട് പഠിക്കാൻ. ഓക്കെ, അതൊരു ബേസിക്സ് വരുന്നുണ്ടാവും. ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിനെ കുറിച്ച് അതിന്റെ കുറച്ച് കീ ഹൈലൈറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയാറുള്ള, നിങ്ങൾ ബ്രാഗ് ചെയ്യാറുള്ള നിങ്ങളുടെ കുറച്ച് ടോപ്പ് സെല്ലിംഗ് പോയിന്റ്സ് എന്തൊക്കെയാണ്? അതിന്റെ ലെഗസി എന്താണ്? അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ടോപ്പ് സെല്ലിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പൊ അലുമിനീസ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് അലുമിനി നെറ്റ്വർക്ക് അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റ്ഫോംസ് ആണെങ്കിലും പലർക്കും ഇത് കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ട് അവർ പറയുന്നതാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് റീച്ച് ഔട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും. അതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ലൊക്കേഷനും ആക്ച്വലി ഒരു അഡ്വാൻറ്റേജ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഗോവയിൽ ആപ്പാട് കേട്ടിട്ടുള്ള ആപ്പാട് നല്ലൊരു കോളേജ് ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. പിന്നെ മുംബൈയിൽ നിന്ന് വളരെ അടുത്താണ്.
അപ്പോൾ ഒരു ലൊക്കേഷൻ ഒരു വലിയൊരു ഫാക്ടർ ആണെന്ന് ചേട്ടന് തന്നെ അറിയാലോ. അതെ പല അതെ IIMs ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലവും അത് തന്നെയാണ്. Yeah. ഇപ്പോൾ കാശിപ്പൂർ ആണെങ്കിലും സിർമോർ ആണെങ്കിലും ഈവൻ റായ്പൂർ ആണെങ്കിൽ തന്നെ അവരൊക്കെ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ആ ലൊക്കേഷൻ ആണ്. നമ്മുടെ കോളേജിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, അതൊക്കെയാണ് ഓൺലൈനായിട്ടല്ല, അവരെല്ലാവരും ഡയറക്റ്റ് ആയിട്ട് വരാറുണ്ട്. മുംബൈ പ്രോക്സിമിറ്റി അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്കാവുന്നതാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ പിന്നെ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ആണ്. ഓക്കെ, എത്രത്തോളം ഹ്യൂജ് ആണ് ക്യാമ്പസ്? ക്യാമ്പസിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാം. ഓക്കെ, പിന്നെ ഗോവ എന്ന് പറയുമ്പോഴും ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഗോവയിൽ കുറെ ചില്ല് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ. ഓക്കെ, അത് ഒരു വ്യാമോഹം മാത്രമാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ ഓക്കെ, ഓപ്പൺ ആയിട്ട് പറയാമല്ലോ, കാരണം നമ്മൾ ആൾക്കാർക്ക് അറിയണമല്ലോ, റിയാലിറ്റി അറിയണം. തിങ് ഈസ്, നമ്മൾ കോളേജ് എന്ന് പറയുമ്പോൾ ഈ MBA നമുക്ക് ഭയങ്കര ഒരു തിക്കായിട്ടുള്ള ഒരു പ്രോഗ്രാം. അപ്പോൾ നമുക്ക് അങ്ങനെ ചില്ല് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ പറ്റില്ല എന്ന് ഞാൻ പറയുന്നു, പറ്റും. എന്നാലും ഞാൻ പറയുന്നു, എന്റെ കോളേജ് 45 kilometers away ഫ്രം ദ ബാഗ ബീച്ച്. ബാഗ ബീച്ച് ആണ് ഉദ്ദേശിച്ചത്. ബാഗ ബീച്ചിൽ നിന്ന് 45 kilometers away ആണ് എന്റെ കോളേജ്. അറ്റ്ലീസ്റ്റ് ഒരു 30 kilometers ട്രാവൽ ചെയ്താൽ മാത്രമേ ഒരു ടൗൺ കാണും. ശരിക്കും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൗൺ ഇത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. കൈൻഡ് ഓഫ് ഒരു വെസ്റ്റേൺ ഗാർഡ്സിലാണ് ഇരിക്കുന്നത്. ബെൽഗോമി എന്നൊക്കെ ഭയങ്കര അടുത്താണ്. ഒരു കറക്റ്റായിട്ട് പറഞ്ഞ ഒരു ഫോറസ്റ്റ് ലൊക്കേഷൻ ആണ് ഇരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഗോവ അല്ല ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. അത് എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. ക്യാമ്പസ് കൈൻഡ് ഓഫ് 51 acres ഇരിക്കുന്നത്. ബട്ട് 51 acres കംപ്ലീറ്റ് അത് എൻകോമ്പസ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് 51 acres നമുക്ക് ആക്സസിബിൾ ആണ്. അത് പല IIMs ഞാൻ പോയപ്പോൾ ഞാൻ കണ്ടു. പല സ്ഥലങ്ങളും ആരും പോകാത്ത കുറെ സ്ഥലങ്ങളാണ്. ബട്ട് ചേട്ടൻ അവിടെ പഠിച്ചുകൊണ്ട് ചേട്ടന് മനസ്സിലാവും. അതെ അതെ അതെ, ഇത് ഞാൻ നോട്ടീസ് ചെയ്തത്. ഞാൻ IIM ഇൻഡോറിൽ ശരിക്കും നമ്മുടെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ഓൾഡ് IIMs ആണ്. 300 acre ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറെ നടന്നിട്ടൊക്കെയാണ് നമ്മൾ കോളേജിൽ എത്താറ്. ഫെസിലിറ്റീസ് വൈസ് ഞാൻ വിചാരിച്ചത് ഒരു ഓൾഡ് IIMsൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫെസിലിറ്റീസ്, എല്ലാ സ്വിമ്മിംഗ് പൂൾ, എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ കുറെ സ്ഥലം അൺയൂട്ടിലൈസ്ഡ് ആണ്. ഞാൻ IIM ബാംഗ്ലൂരിൽ വന്നപ്പോൾ മനസ്സിലാക്കിയത് ഈ 300 acre IIM ബാംഗ്ലൂർ ഈസ് ഓൺലി ലൈക്ക് അറൗണ്ട് 90 acres ഓർ സോ. അതിന്റെ 1/3 ഉള്ളൂ. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ്ഡ് ആണ്. അവിടെ ഇൻഡോറിലുള്ള എല്ലാ ഫെസിലിറ്റീസും അവർ ഇതിൽ ചെയ്തിട്ടുണ്ട്. സോ ശരിക്കും ഒരു 50 acre അല്ലെങ്കിൽ ഒരു 40 acre ഒക്കെ മതി അവർ കംപ്ലീറ്റ്ലി അത് ക്യാമ്പസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതെ 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 അതെ, അതാണ് സംഭവം. ഇവിടെ ക്രിക്കറ്റിന് ഗ്രാസ് ഗ്രൗണ്ട് ഉണ്ട്, വലിയ ഗ്രൗണ്ട് ആണ്. പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, 24 hours ജിം ഉണ്ട്. പിന്നെ ലൈബ്രറി ആണെങ്കിലും 24 hours ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള സംഭവം ആരും ഹൈലൈറ്റ് ചെയ്യാത്ത, ഇതൊക്കെയാണ് ആൾക്കാർ ഹൈലൈറ്റ് ചെയ്യുന്നത്. ബട്ട് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ടത് ബ്ലൂംബർഗ് ടെർമിനൽ, 4 ബ്ലൂംബർഗ് ടെർമിനൽ. ബ്ലൂംബർഗ് ടെർമിനലിന്റെ ആവശ്യം എന്തൊക്കെയാണെന്ന് ചേട്ടന് പറഞ്ഞാൽ മനസ്സിലാവും. ബ്ലൂംബർഗ് ടെർമിനൽ, 4 ബ്ലൂംബർഗ് ടെർമിനൽ. അത് ഫൈനാൻസ് ആൾക്കാർ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. കാരണം ഒരു ബ്ലൂംബർഗ് ടെർമിനലിൽ തന്നെ എനിക്ക് തോന്നുന്ന അപ്രോക്സിമേറ്റ്ലി 30 lakhs എന്തോആണ് സബ്സ്ക്രിപ്ഷനും ഉണ്ട്. അപ്പോൾ അത് പിന്നെ നമുക്ക് എല്ലാ ഇതിലും സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് ആയാലും മറ്റേ മേജർ ജേർണൽസ്, റിസർച്ച് ചെയ്യുന്ന എല്ലാ ഇതും ഉണ്ട്. നമുക്ക് സെക്കൻഡറി ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിലി അവൈലബിൾ ആണ്. 3-4 പ്ലാറ്റ്ഫോംസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. എബ്സ്കോ ആണെങ്കിലും എല്ലാം ഉണ്ട്. ബട്ട് തിങ് ഈസ് ദാറ്റ് നമുക്ക് ഒരുപാട് ട്രാവൽ ചെയ്യണം. നടന്ന് മതിയാവും. അതാണ് സംഭവം. മനസ്സിലായി. ഈ ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ ജെൻഡർ ഡൈവേഴ്സിറ്റി എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ആൻഡ് ഓൾസോ എനിക്ക് അറിയേണ്ടത് ഏതെങ്കിലും ടൈപ്പ് ആൾക്കാർ ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ വരരുത് എന്ന് അശ്വിൻ പറയാം. സേ ഫോർ എക്സാമ്പിൾ ഐ ആം ഹാവിംഗ് 2 years ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഇൻ നോൺ ടെക്, അല്ലെങ്കിൽ ഐ എം എ ഫ്രഷർ. സോ അങ്ങനെ ഏതെങ്കിലും ഒരു ആൾക്കാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു കൂടുതലും ഫ്രഷേഴ്സ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രഷേഴ്സ് ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഫ്രഷേഴ്സിന് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഷോർട്ട് ലിസ്റ്റ് ആയാലും ആ ഒരു ട്രെൻഡ് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ന്യൂ IIMsലാണെങ്കിൽ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. പിന്നെ ഫ്രഷേഴ്സിന് നല്ല ഓപ്പർച്യൂണിറ്റീസ് പിന്നെ ഷോർട്ട് ലിസ്റ്റിങ്ങിലൊക്കെ കൊടുക്കുന്നുണ്ട്, റിക്രൂട്ടേഴ്സ് കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി മാർക്കറ്റിംഗ് ഫിൻ കമ്പനീസ് ഒക്കെ വരുമ്പോൾ മാർക്കറ്റിംഗ് ഫിൻ കമ്പനീസ് ഫ്രഷേഴ്സിന് നല്ല ഇത് കൊടുക്കുന്നുണ്ട്, നല്ല രീതിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല പ്രൊഫൈലുള്ള ഫ്രഷേഴ്സിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഓക്കെ, നല്ല പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ഒരു 999 പ്രൊഫൈൽ, പിന്നെ ഒരു ഗോൾഡ് മെഡൽ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊഫൈൽ. പിന്നെ റിസർച്ച് ചെയ്യാൻ നല്ല എൻവയൺമെന്റ് ആണ് റിസർച്ച് ചെയ്യും. കാരണം അത്യാവശ്യം ഫാക്കൽറ്റി വൈസ് ആണെങ്കിൽ നല്ല ഫാക്കൽറ്റീസ് ആണ്, സൂപ്പർ ഫാക്കൽറ്റീസ് ആണ് ഉള്ളത്. അപ്പോൾ പിന്നെ നോക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ മാർക്കറ്റിംഗ് ഒക്കെ പഠിപ്പിച്ച സാറിന് ഏകദേശം ഒരു 10 IIMsലോളം പുള്ളി പഠിച്ചിട്ടുണ്ട്. അല്ല, അവിടെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത്രത്തോളം എക്സ്പോഷർ നമുക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടും. അത് നല്ല ഫാക്കൽറ്റി വൈസ് നല്ലത്. Got it.
ഈ കമ്മിങ് ബാക്ക് ടു പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഈ ജെൻഡർ ഡൈവേഴ്സിറ്റി എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഗോ ഇൻസ്റ്റിറ്റ്യൂട്ട്? ജെൻഡർ ഡൈവേഴ്സിറ്റി ഒരു 65 ഒരു 70-30 വെക്കാം. 70-30 ഒരു സ്റ്റാൻഡേർഡ് ഒരു 65-35 ആ രീതിയിൽ വെക്കാം. മനസ്സിലായി. ഗോട്ട് ഇറ്റ്. ബട്ട് എന്റെ ക്ലാസ്സിൽ കൂടുതലും ഗേൾസ് ആണ്. എന്റെ ക്ലാസ് മാത്രം. ഓക്കെ ഗോട്ട് ഇറ്റ്. ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ, ഇത് എത്ര പെർസെൻറ്റേജ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ റിയൽ ചാൻസ് ഉണ്ട്? ഇപ്പോൾ ഒരുപാട് പേര് ഒരു 85% ഉള്ള ആൾക്കാർ അപ്ലൈ ചെയ്യാതിരിക്കണോ, അതോ ഡു ദേ ഹാവ് എ ചാൻസ്? കാരണം കട്ട് ഓഫ് കയറി വരുന്നുണ്ട്. ആക്ച്വലി കട്ട് ഓഫ് കൈൻഡ് ഓഫ് 90% ആണ്. എന്റെ ഞാൻ അഡ്മിഷൻ കമ്മിറ്റി അതിന്റെ ടീച്ചർ പറഞ്ഞ 90% ആണ് കട്ട് ഓഫ് എന്നാണ് എനിക്ക് പറഞ്ഞത്. ബട്ട് 85% ഉള്ളവർ കയറുന്നുണ്ട്. ബട്ട് അവർ കയറുന്നതെന്ന് പറയുമ്പോൾ വേറെ രണ്ട് അഡ്മിഷൻ പ്രോസസ് ഉണ്ട്. ഒന്ന് അച്ചീവേഴ്സ് റൗണ്ട്, ഒന്ന് നോർമൽ റൗണ്ട്. അപ്പൊ നോർമൽ റൗണ്ടിൽ കൈൻഡ് ഓഫ് 90% തന്നെയാണ്. അച്ചീവേഴ്സ് റൗണ്ട് ഇപ്പോൾ ക്ലോസ് ചെയ്തു ആക്ച്വലി അല്ലേ? അച്ചീവേഴ്സ് റൗണ്ട് ക്ലോസ് ചെയ്തു. സോ നോർമൽ ഇതിൽ ശരിക്കും 90ന്റെ മുകളിലുള്ളവർ മാത്രം അപ്ലൈ ചെയ്താൽ മതിയാണോ? അതായത് 85-87 ഉള്ളവർ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് സാധ്യതയുണ്ടോ? അത് ഈസ് ഇറ്റ് ലൈക്ക് എ ക്ലിയർ? ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചാൻസ് ഇല്ലാന്ന് പറയുന്നില്ല. കാരണം ഇവര് എപ്പോഴാണ് അവരുടെ പോളിസീസ് മാറ്റുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സപ്പോസ് ഈ വർഷം ആൾക്കാർ കുറവാണ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ അവർ ചിലപ്പോൾ നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇന്നതിനെ അവർ ഒരിക്കലും പറയുന്നത്. അപ്പോൾ ഒരു 85 മുകളിലുള്ളവർക്ക് ഒരു ചാൻസ് എടുത്ത് നോക്കി അപ്ലൈ ചെയ്യാം. ചാൻസ് എടുത്ത് നോക്കി അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ 80-85 ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. 80-85 ആണെങ്കിൽ BIFS ചാൻസ് ഉണ്ട്. BIFS ഓക്കെ. 90 എന്ന് പറയുന്നത് കോർ പ്രോഗ്രാമിന്റെ കട്ട് ഓഫ് ആണ്. കോർ പ്രോഗ്രാമിന്റെ കട്ട് ഓഫ്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ ബാക്കിയുള്ള ഹെൽത്ത് കെയർ ആൻഡ് അതർ പ്രോഗ്രാംസിന്റെ കട്ട് ഓഫ് ഒക്കെ അതിന്റെ കട്ട് ഓഫ് കമ്പാരിറ്റീവ്ലി ലെസ്സാണ്. കമ്പാരിറ്റീവ്ലി നല്ല ലെസ്സാണ്. ഒരു 80% മുകളിലുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 75% മുകളിൽ 80% മുകളിലുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ 75-80 ഉള്ളവർക്കും നമ്മുടെ ബിഗ് ഡാറ്റയ്ക്ക് അപ്ലൈ ചെയ്യാം ആൻഡ് അതിന്റെ പ്ലേസ്മെന്റ് ഈസ് കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്നാണ് അശ്വിൻ പറയുന്നത്. അതെ. ഓക്കെ. ഞാൻ ബിഗ് ഡേറ്റ പറയുന്നില്ല, മറ്റു BIFSന്റെ ഹെൽത്ത് കെയറിലും കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. മനസ്സിലായി. ഇനി ക്യാമ്പസിനെ കുറിച്ച് നമ്മൾ കുറെ പ്രോസ് ഡിസ്കസ് ചെയ്തു. ഡെഫിനറ്റ്ലി എല്ലാ കോളേജിലും ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഇതൊരു കോളേജിന് സ്പെസിഫിക് ആയിട്ടുള്ള എല്ലാ കോളേജിലും നെഗറ്റീവ്സ് ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ്സ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് അശ്വിൻ കണ്ട കാര്യങ്ങളുണ്ടോ? അതായത് അറിഞ്ഞിരിക്കണം, അതായത് ദേ ഷുഡ് നോട്ട് ടേക്ക് ഇറ്റ് ബൈ സർപ്രൈസ് എന്നുള്ള രീതിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞു കൈൻഡ് ഓഫ് നമുക്കൊരു 2 മണിക്കൂർ നമുക്ക് സിറ്റിയിൽ നിന്ന് നമ്മൾ ആരും ഗോവ എന്ന് വിചാരിച്ച് ഗോവ കംപ്ലീറ്റ്ലി ഒരു കോസ്റ്റൽ റീജിയൻ ആണെന്ന് വിചാരിച്ചു. ഗോവയിൽ വേറെ കുറെ സ്ഥലങ്ങളുണ്ട്. ഈ എന്റെ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന സാഖളി എന്ന് പറഞ്ഞ ഡിസ്ട്രിക്ട്, അത് കൈൻഡ് ഓഫ് ഭയങ്കര റിമോട്ട് ഡിസ്ട്രിക്റ്റ് ആണ്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ ഗോവയാണ്. ബട്ട് സ്റ്റിൽ ഭയങ്കര റിമോട്ട് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഒരു ഗോവൻ കൾച്ചർ അല്ല അവിടെ ഉള്ളത്. ഒരു മഹാരാഷ്ട്ര കൾച്ചറാണ് ആ സ്ഥലത്തുള്ളത്. ടുവേർഡ്സ് മുംബൈ കർണാടക ബോർഡറിലാണ്. മുംബൈ കർണാടക ബോർഡറിന്റെ മിഡിലാണ്. വെസ്റ്റേൺ ഗാർഡ്സിലാണ് ഇരിക്കുന്നത്. കൈൻഡ് ഓഫ് ഒരു നല്ലൊരു ഫോറസ്റ്റ് റീജിയനാണ്. പിന്നെ എന്റെ ടൗൺ കൈൻഡ് ഓഫ് ഒരു 2 കിലോമീറ്റർ സ്ക്വയർ കാണുമായിരിക്കും. 2 കിലോമീറ്റർ സ്ക്വയർ ആണ് ഈ പറയുന്ന ടൗൺ. ആ ടൗൺ കഴിഞ്ഞാൽ എന്തെങ്കിലും വേണമെങ്കിൽ ഒരു 10 to 15 കിലോമീറ്റേഴ്സ് പോകണം. ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിലും ഒരു 2500 rupees ടാക്സി കൊടുത്താൽ മാത്രമേ എത്താൻ പറ്റൂ. പക്ഷേ ഇത് പറയുമ്പോഴും നിങ്ങളുടെ ക്യാമ്പസിനകത്ത് വേണ്ട ഫെസിലിറ്റീസ് എല്ലാം ഇല്ല. ഐ മീൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമുക്ക് ഫുഡ് ആണെങ്കിലും നമുക്ക് നൈറ്റ് ക്യാൻറ്റീൻ എന്ന് പറഞ്ഞൊരു ക്യാൻറ്റീൻ ഉണ്ട്. ഒരു 10:30 തുടങ്ങും, ഒരു 4 മണി വരെ ഉണ്ട്. അത് ഞാൻ അങ്ങനെ പല കോളേജിലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കുറെ ഫ്രണ്ട്സ് എനിക്ക് വേറെ പല കോളേജിലും പഠിക്കുന്നുണ്ട്. അവിടെ നല്ല ഫുഡ് കിട്ടുന്നുണ്ട്, നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നുണ്ട്. നമുക്ക് അല്ലാതെ തന്നെ മൊത്തം 3 കഫറ്റേരിയാസ് ഉണ്ട്. ഹോസ്റ്റലിൽ തന്നെ ക്യാൻറ്റീൻ ഉണ്ട്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. വാട്ട് അബൌട്ട് നിങ്ങളുടെ ഹോസ്റ്റൽസ് എങ്ങനെയാണ്? സിംഗിൾ റൂം ആണോ അതോ ഡബിൾ ഷെയറിംഗ് ആണോ? ഫസ്റ്റ് ഇയർ ഡബിൾ ഷെയറിംഗ് ആണ്. ബട്ട് സ്റ്റിൽ ഇഫ് ദ പേഴ്സൺ ഈസ് വില്ലിംഗ് ടു പേ മോർ ദേ വിൽ ഗെറ്റ് എ സിംഗിൾ ഷെയർ. ഹൗ മച്ച് മോർ? അങ്ങനത്തെ ഒരു ഇതുണ്ടോ? കുറെ അധികം പേ ചെയ്യേണ്ടി വരുമോ? എന്നുവെച്ചാൽ സാധാരണ 2 ആൾ താമസിക്കുന്നതിലും ഒരാൾ താമസിക്കും. ഓക്കെ. ബേസിക്കലി 2 ആളുടെ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അതെ ഡെഫിനറ്റ്ലി. പിന്നെ AC ഉണ്ട്, നോൺ AC ഉണ്ട്. AC ഉണ്ട്, നോൺ AC ഉണ്ട്. സോ ഇറ്റ്സ് ഓൾ ഡിപെൻഡ് ഓൺ ലൈക്ക് നമുക്ക് എത്ര ഫീസ് കൊടുക്കണം എന്നുള്ളതനുസരിച്ചാണ്. അതെ. ഓക്കെ. ആൻഡ് വാട്ട് അബൌട്ട് ലൈക്ക് കോളേജിൽ ഒരു മൊത്തത്തിലുള്ള ഒരു കൾച്ചർ എങ്ങനെയാണ് ഇൻ ടേംസ് ഓഫ് സ്റ്റുഡന്റ് ആക്ടിവിറ്റീസ്, ക്ലബ്സ്? ഞാൻ ക്ലബ്സ് ഒരുപാട് ക്ലബ്സ് ഉണ്ട്. മാർക്കറ്റിംഗ് ആണെങ്കിലും ഫൈനാൻസിന് നല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ക്ലബ്ബ് ഉണ്ട്. ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ക്ലബ്സ് ഉണ്ട്. അല്ലാതെ HR ഉണ്ട്,
ഓപ്സിനുണ്ട്, പ്രോഡക്റ്റ് മാനേജ്മെന്റിന്, എല്ലാത്തിനും ക്ലബ്സ് ഉണ്ട്. അല്ലാതെ ഡാൻസിന് അല്ലാതെ വേറെ ക്ലബ്സ് ഉണ്ട്, ഇൻട്രസ്റ്റ് ക്ലബ്സ് അല്ലാതെ ഉണ്ട്. പാട്ടിന് എല്ലാത്തിനും ക്ലബ്സ് ഉണ്ട്. ഓക്കെ, കം ബാക്ക് ടു പ്രീവിയസ് ക്വസ്റ്റ്യൻ. നമ്മൾ കോൺസ് പറയാണ്. അപ്പം റിമോട്ട് ആണ് കുറച്ച് എന്നുള്ളത് ഒരു കോൺ പറഞ്ഞു. ഇൻസൈഡ് ക്യാമ്പസ് വെൻ ഇറ്റ് കംസ് ടു അക്കാഡമിക്സ് അല്ലെങ്കിൽ ക്ലബ് കമ്മിറ്റി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് റെസ്ട്രിക്ഷൻസ്, അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടൊരു നെഗറ്റീവ് ഉണ്ടോ? മാനേജ്മെന്റ് റെസ്ട്രിക്ഷൻസ് ട്രാൻസ്പെറന്റ് ആയിട്ട് തോന്നിയിട്ടില്ല. പലതരം. Which is common for all B school, yeah. Most B school at least. Yeah. അത് നമ്മൾ ഒരു സോഷ്യലിസം കൾച്ചറിൽ നിന്ന് വരുമ്പോൾ നമുക്കത് കുറച്ച് ചില കാര്യങ്ങൾ ദഹിക്കില്ല. എസ്പെഷ്യലി കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന പൊളിറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കോളേജുകളിൽ നിന്നൊക്കെ പഠിച്ചിട്ട് പോകുന്ന സമയത്ത് നമുക്ക് എല്ലാത്തിനും എതിരെ ശബ്ദം ഉയർത്താനൊന്നും പറ്റുന്നുണ്ടാവില്ല. കാരണം എല്ലാവരും ഇത്രയും വലിയ ഫീസ് കൊടുത്ത് 2 വർഷം പഠിച്ച് പ്ലേസ്മെന്റ് കിട്ടി പോകാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അപ്പം ട്രാൻസ്പെറൻസി അതൊരു പ്രോബ്ലം ആണ്. അത് പിന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ നോക്കുമ്പോൾ എല്ലാ കോളേജിലും ഇങ്ങനെ തന്നെയാണ്. പിന്നെ വരുമ്പോ ഇത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. പിന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് വരുമ്പോൾ അത് എല്ലാവർക്കും ഞാൻ പറയുന്നുണ്ട്, കേരളത്തിൽ വരുമ്പോൾ ഒരു നോർത്ത് സൗത്ത് സുപ്രീമസി ഉണ്ട്. ഇല്ലാന്ന് ആർക്കും പക്ഷേ തോന്നുന്നു, എനിക്കറിയത്തില്ല കേട്ടോ. ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ കൂടുതലും ഒരു ഹിന്ദി വൈബ്സ് ആണ് കൂടുതലും നിൽക്കുന്നത്. ഇതും എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ സ്കൂൾസിലുള്ള ഒരു സംഭവമായിരിക്കും. കാരണം മെജോറിറ്റി വരുന്ന ആൾക്കാർ സൗത്ത് എന്നുള്ള മെജോറിറ്റി ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി വിൽ ബി തെലുഗു കമ്മ്യൂണിറ്റി. ബട്ട് അതിൽ തന്നെ കുറെ ആൾക്കാർക്ക് ഹിന്ദി കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ അപ്പൊ ഈ ഏറ്റവും പ്രോബ്ലം അവിടെ ഫേസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് തമിഴ് കമ്മ്യൂണിറ്റിയാണ്, പിന്നെയാണ് കേരള കമ്മ്യൂണിറ്റി വരുന്നത്. ആക്ച്വലി കേരള തമിഴ് ഡിവിഷനൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു ബി സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ വലുതായിട്ട് കാണത്തില്ല. കാരണം കേരള പീപ്പിളും തമിഴ് പീപ്പിളും ഭയങ്കര യൂണിറ്റി ആയിട്ടായിരിക്കും, ക്ലോസ് ആയിരിക്കും. നമ്മൾ ഓണത്തിന് വലിയ ഫംഗ്ഷൻ ആയിരുന്നു. ആ ഫംഗ്ഷന് ഫുള്ള് തമിഴ് പീപ്പിൾ എല്ലാം ഉണ്ടായിരുന്നു. അവർക്ക് ഒരു പ്രശ്നമില്ല. നമ്മൾ ഇവിടെ കാണുന്ന പൊളിറ്റിക്കൽ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇവിടെ കാണത്തില്ല. അവിടെ നോർത്ത് സൗത്ത് ഡിവൈഡ് ആയതുകൊണ്ട് സൗത്ത് എല്ലാം ഒന്ന് യൂണിറ്റ് ആവുന്ന ഒരു സംഭവമാണ്. അതാണ് സംഭവം. പിന്നെ ഹിന്ദി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഒരു കേരളത്തില് പൊതുവെ നമുക്കൊരു 3 പേർക്ക്, ഒരു 10 പേരിൽ ഒരു 3 പേർക്ക് മലയാളം അറിയത്തില്ലെങ്കിൽ നമ്മൾ നാച്ചുറൽ ഇംഗ്ലീഷിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ അങ്ങനെയല്ല. 5 പേരുണ്ടെങ്കിൽ 2 പേര് ഹിന്ദി ആണെങ്കിൽ എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കത്തില്ല. പിന്നെ നമ്മൾ മുഴുവൻ ഹിന്ദിയിലോട്ട് മാറേണ്ടി വരും. അത് ശരിയാണ്. ഇത് നോട്ട് ജസ്റ്റ് ലിമിറ്റഡ് ടു ബി സ്കൂൾ. ഈവൻ വൺസ് യു ജോയിൻ ദി കോർപ്പറേറ്റ്, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള അവൻ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന വലിയ കോർപ്പറേറ്റ്സ്, അതായത് ഇപ്പം EY പോലെ അല്ലെങ്കിൽ സാംസങ് പോലെ അല്ലെങ്കിൽ യെസ് ബാങ്ക് കാർഡൊക്കെ, ഇവിടെയൊക്കെ ടീമിനകത്തുള്ള മീറ്റിംഗ്സ് ഒക്കെ പലതും ഹിന്ദിയിലായിരിക്കും. അൺലെസ് യു ആസ്ക് ദം ടു സ്വിച്ച് ടു ഇംഗ്ലീഷ്, നമ്മൾ തീരെ കംഫർട്ടബിൾ. പക്ഷേ ഇൻ മോസ്റ്റ് കേസസ് വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് ഒരു 1.5 വർഷം ആകുമ്പോഴത്തേക്കും നമ്മൾ ഹിന്ദി പഠിച്ച് വീൽ ഓൾസോ സ്റ്റാർട്ട് ഡിസ്കസിംഗ് ഇൻ ഹിന്ദി. They will start in English, but afterwards, after some time, they will switch back to Hindi if one person communicates to Hindi. അത് എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലം ആണെന്നാണ്. ഞാൻ ഇപ്പോൾ റിസർച്ച് പേപ്പർ അതിനെ കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ സെയിം സംഭവിക്കുന്നത്. ഓക്കെ, കം ബാക്ക് ടു ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. ഇനി നമുക്ക് ചോദിക്കാനുള്ള പ്ലേസ്മെന്റ്സിലെ ഡൊമൈൻ ഇംഗ്ലീഷിനെ കുറിച്ച്. അതായത് ഏത് ഡൊമൈൻസിലാണ് കൂടുതലായിട്ട് അവിടെ പ്ലേസ്മെന്റ് പോകുന്നത്? എന്തെങ്കിലും ഒരു സ്ട്രോങ് ഉണ്ടോ? അത് മാർക്കറ്റിംഗ്. എത്ര പെർസെന്റ് മാർക്കറ്റിംഗ് ഉണ്ടാവും? പെർസെന്റേജ് വൈസ് ഒരു 40% മാർക്കറ്റിംഗ്, പിന്നെ ഫൈനാൻസിലും. ഓക്കെ, അപ്പൊ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പറ്റിയ പ്രൊഫൈൽസ്, അതായത് കൺസൾട്ടിങ്, IT, പ്രോഡ്മാൻ മുതലായ കാര്യങ്ങളിലോട്ട് പോകുന്നുണ്ടോ? IT വരുന്നുണ്ട്. IT അത്യാവശ്യം വരുന്നുണ്ട്. EY ആയാലും ക്യാപ്ജെമിനി ആയാലും ഇതൊക്കെ വരുന്നുണ്ട്. IT കൺസൾട്ടിംഗ് അല്ലേ? IT വരുന്നുണ്ട്. അല്ലാതെ മാർക്കറ്റിംഗിനാണ് വന്നിട്ടുണ്ട്. കൺസൾട്ടിംഗ് കുറവാണ്. നിങ്ങൾ എത്ര വർഷം ആണ് ഇതിന്റെ മൊത്തം എത്ര വർഷം പഴക്കമുള്ള ബി സ്കൂളാണ്? 30? 1990. So almost like IIM കോഴിക്കോട് ഇൻഡോറിന്റെ സെയിം സോർട്ട് ഓഫ് 25 years of legacy ആണുള്ളത്. ഓക്കെ, നേരത്തെ വേറെ ക്യാമ്പസിലാണ് ഉണ്ടായിരുന്നത്. ആ ക്യാമ്പസ് ഇപ്പോ മാറിയതാണ്. 2010 ഈ ക്യാമ്പസിലോട്ട് മാറിയത്. നേരത്തെ റുബന്ദർ എന്ന് പറഞ്ഞ പ്ലേസിലായിരുന്നു ക്യാമ്പസ്. മാറിയത്. ഓക്കെ, ഈ നിങ്ങളുടെ എന്തെങ്കിലും ഫോറിൻ എക്സ്ചേഞ്ച് പ്രോഗ്രാമോ അങ്ങനെ എന്തെങ്കിലും എക്സ്ചേഞ്ച് ഓപ്പർച്യൂണിറ്റീസ് ക്യാമ്പസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? ഫോറിൻ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഗ്രീസിലുണ്ട്, പോർച്ചുഗലിലുണ്ട്, സ്പെയിനിലുണ്ട്. അല്ല, എങ്ങനെയാണ് ക്രൈറ്റീരിയ? എങ്ങനെയാണ്? എത്ര പേർക്ക് മൊത്തം പോകാൻ പറ്റും? ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള ബേസിസിലാണ്. ബട്ട് ഒരു ടോപ്പ് 10% ഉള്ളവർക്ക് സ്കോളർഷിപ്പ് ഉണ്ട്.
അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് ഉണ്ട്. അവർക്കൊരു ഒരു കൈൻഡ് ഓഫ് ഒരു 50,000 മാക്സിമം ആവത്തുള്ളൂ ഫോറിൻ എക്സ്ചേഞ്ച്. 50,000 റുപ്പീസിന് ഫോറിൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം പോയിട്ട് വരുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യമാണ്. വളരെ വളരെ നല്ല ഡീലാണ്. വളരെ വളരെ നല്ല കാര്യമാണ്. അതെ. പിന്നെ പെർസെന്റേജ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നോട്ട് ചെയ്യേണ്ടത് ഇത് പെർസെന്റേജ് ഓഫ് ബാച്ച് ആണ്. അതായത് നിങ്ങൾ ആ കോളേജിൽ ടോപ്പ് 10 വരണം, ടോപ്പ് 10% വരണം. ടോട്ടൽ പെർസെന്റേജ് ക്ലാസിന്റെ അല്ല, കോളേജിന്റെ മനസ്സിലായി. അല്ല ക്ലാസിന്റെ അല്ല ബാച്ചിന്റെ അല്ല, ക്ലാസ്സിലെ ടോപ്പ് 10%. മനസ്സിലായി. ഓൾസോ എനിക്ക് ചോദിക്കാനുള്ളത് ഈ അക്കാഡമിക് വൈസ് റിഗർ എങ്ങനെയുണ്ട്? നിങ്ങളുടെ അറ്റൻഡൻസ് പോളിസി എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇപ്പം IIM ഉദയ്പൂരിൽ ഫോർ എക്സാമ്പിൾ 100% അറ്റൻഡൻസ് ആയിരുന്നു, ഇപ്പം മാറ്റിയൊന്നും അറിയില്ല. അപ്പൊ അങ്ങനത്തെ കോളേജിൽ എത്തുമ്പോൾ കുറച്ച് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സോ അങ്ങനെ എന്തെങ്കിലും? അതൊരു പ്രോബ്ലം ആണ് പറയുന്നത്. ഓക്കെ, ഒരു ലീവ് എടുക്കാൻ പറ്റും. ഓക്കെ, ഒരു ലീവ് ഒരു സബ്ജക്റ്റിൽ എടുക്കാൻ പറ്റും. ഒരു ലീവ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അത് കോളേജിൽ ഡോക്ടർ ഉണ്ട്. കോളേജിൽ 4 ഡോക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, സോ അവർ തന്നെ അപ്രൂവ് ചെയ്ത് തരണം. അവർ വെളിയിൽ നിന്ന് കിട്ടിയിട്ട് കാര്യമില്ല. സോ ബേസിക്കലി അക്കാഡമിക്കലി അത് കുറച്ച് അത്യാവശ്യം റിഗർ ഉണ്ട്. എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം കൂടുതൽ ആൾക്കാർ ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കമ്പയർ ചെയ്യുന്ന കോളേജ് എന്ന് പറഞ്ഞാൽ ടാപ്നി, ഗ്രേറ്റ് ലേക്സ് ആയിരിക്കും മെയിൻ ആയിട്ട്. ഇത് ഇങ്ങനെ ചോദിക്കാറുള്ളത്. ഇത് അശ്വിൻ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ടോ ദാറ്റ് വൈ വൺ ഷുഡ് ഗെറ്റ് ഇൻ ടു ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻസ്റ്റെഡ് ഓഫ് ടാപ്നി, ഗ്രേറ്റ് ലേക്സ് എന്നുള്ളത്? അല്ലെങ്കിൽ അശ്വിൻ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ വൈൽ യു ആർ ലൈക്ക്? എനിക്ക് ടാപ്നി, എനിക്ക് ഗ്രേറ്റ് ലേക്സ് കൺവേർട്ട് ആയിരുന്നു. പക്ഷെ ഗ്രേറ്റ് ലേക്സിനെക്കാളും മച്ച് ബെറ്റർ ചെയ്യാനാണെന്ന് എനിക്ക് റിസർച്ചിൽ എനിക്ക് തോന്നി. എന്തൊക്കെയായിരുന്നു ആസ്പെക്ട്സ് എന്ന് വെച്ചാൽ ഗ്രേറ്റ് ലേക്സ് IT കൺസൾട്ടിങ് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കറിയാൻ IT കൺസൾട്ടിങ് അല്ല എനിക്ക് വേണ്ട ഡൊമൈൻ എന്ന് എനിക്കറിയാം. when it comes to ടാപ്നിയുടെ ബാച്ച് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബാച്ച് സ്ട്രെങ്ത്. ഒരു 3,000 ഉണ്ട്. ഓ, അത്ര ഉണ്ടോ? എനിക്കത് കറക്റ്റ് അറിയില്ല. ഞാൻ വേണമെങ്കിൽ ക്രോസ് വെരിഫൈ ചെയ്യാം. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം വെച്ചാൽ ഒരു ബാച്ച് സ്ട്രെങ്ത് കുറവായിട്ടുള്ള ഇതിലേക്ക് ആയിരുന്നായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക്. കാരണം പ്ലേസ്മെന്റ് അവർ അത്രത്തോളം കഷ്ടപ്പെടുമ്പോൾ അവർക്ക് നമുക്ക് ഒരു 60 പേരെ പ്ലേസ് ആക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. 60-100 പേരെ പ്ലേസ് ആക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതിന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ. ഇപ്പോൾ IIM റായ്പൂരിലാണെങ്കിലും ബാച്ച് സ്ട്രെങ്ത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും 2022-നെക്കാളും കുറവാണ് 2023 എടുത്തത്. ഓക്കെ, അതായത് അവരെനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടെ ഒരു ചെറിയ ബാച്ച് ആയിരിക്കും മൊത്തത്തിൽ ഓപ്പറേഷൻ എളുപ്പമെന്ന് തോന്നിയിട്ടുണ്ടാവും. അതെ. ഇപ്പം MBA ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. MBA ഒരു 10 years ബാക്ക് പോലെ അല്ല ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. കുറെ പേര് കയറി വരുന്നുണ്ട് എടുക്കാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് കോമ്പറ്റീഷൻ കൂടും. ഡെഫിനറ്റ്ലി. ഈ എങ്ങനെയൊക്കെ ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ഒരു അഡ്മിഷൻ കിട്ടാം? ഏതൊക്കെ എക്സാംസ് എഴുതാം? ശരിക്കും കാറ്റ് മാത്രമാണോ എടുക്കുന്നത് അതോ കാറ്റ് സാറ്റ് എടുക്കും? ജിമാറ്റും എടുക്കും. ഓക്കെ, സിമാറ്റ് എടുക്കുന്നുണ്ടോ ഇപ്പൊ? സിമാറ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ കാറ്റ് ആൻഡ് സാറ്റ് രണ്ടിനും ഈ പറയുന്ന ഓൾമോസ്റ്റ് സെയിം പെർസെന്റേജ് റേഞ്ച് തന്നെയല്ലേ? അതെ, രണ്ടും 93%-92% സാറ്റിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ചാൻസ് ഉണ്ട്, ഹൈ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ എത്രയാണ് അവിടുത്തെ ഒരു ആവറേജ് പാക്കേജ് എത്രയാണ് പോകുന്നത്? ആവറേജ് പാക്കേജ് അത് ഡീവിയേഷൻ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ കുറെ 12-13 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു 20 അല്ലെങ്കിൽ 30 പെട്ടെന്ന് വരുമ്പോൾ പെട്ടെന്ന് ഷൂട്ടപ്പ് ആയിട്ട് ഒരു 15 എത്തും. ഒരു 12-13 എല്ലാവർക്കും വരുന്നുണ്ട് എന്നാണ് ഞാൻ കണ്ടത്. റിപ്പോർട്ടിൽ അതൊരു 17-18 റേഞ്ചിലായിരിക്കുമല്ലോ, പക്ഷേ ഇതൊരു റിയൽ ഇൻ ഹാൻഡ് ആണ് പറയുന്നത്. അതെ, ഫിക്സഡ് ആണ്. ഓക്കെ, ഫിക്സ്ഡ് 12-13 ഉണ്ടാവും, വിച്ച് ഇസ് ലൈക്ക് ഗുഡ്. അപ്പം കേൾക്കുന്നവരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത് ദാറ്റ് എല്ലാത്തിലും ഇപ്പോൾ പ്ലേസ്മെന്റ് റിപ്പോർട്ട് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 17-18 ഉള്ളിടത്ത് ഫിക്സഡ് സാലറി വിൽ ബി ഇൻ ദ റേഞ്ച് ഓഫ് 13-15 എന്നുള്ള രീതിയിലായിരിക്കും. സോ മനസ്സിലായി. റായ്പൂരിലാണെങ്കിലും ഏകദേശം ഇതേ സിനാരിയോ ആണ് ഞാൻ കണ്ടത്. റായ്പൂരിലാണെങ്കിലും ഇതേ കാര്യങ്ങളാണ്. പക്ഷെ തൃച്ചി UIMസിൽ തൃച്ചി ഭയങ്കര ബെറ്ററാണ്. റിലേറ്റീവ്ലി പ്ലേസ്മെന്റ്സ് നല്ല ബെറ്ററാണ്. കുറെ കൺസൾട്ടന്റ് റോൾസ് ഉണ്ട്. ഇപ്പോൾ ഈ ഗ്രേറ്റ് ലേക്സിന്റെ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഗ്രേറ്റ് ലേക്സിൽ ചെന്നൈ പ്രോക്സിമിറ്റി ഉള്ളതുകൊണ്ട് ചെന്നൈയിൽ കുറെ IT കമ്പനീസ് ഉണ്ട്. കുറെ IT കമ്പനീസ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ റിക്രൂട്ട്മെന്റ് വരുന്നത് ഗ്രേറ്റ് ലേക്സിൽ. അപ്പം യെസ്, അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇപ്പം മോർ ഇൻ ടു മാർക്കറ്റിംഗ്, ഫിനാൻസ് അങ്ങനത്തെ ഒരു കോർ MBA മാനേജ്മെന്റ് ജോബ്സിലോട്ടാണെങ്കിൽ ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് മൈറ്റ് ബി എ ഗുഡ് ഓപ്ഷൻ. ബട്ട് ഇഫ് യു ആർ ഇൻ ടു IT വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, IT ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ലേക്സ് മൈറ്റ് ഓൾസോ ബി എ ഗുഡ് ഓപ്ഷൻ എന്ന് തോന്നുന്നുണ്ട്. ആൻഡ് ആ ഇന്റേൺഷിപ്പ് അവിടെ തന്നെ സപ്പോർട്ട് ചെയ്യില്ലേ കോളേജിൽ? ഓക്കെ, മനസ്സിലായി. സോ അതും സംതിങ് യു ക്യാൻ ലുക്ക് അറ്റ് ആണ്. കാരണം അവരുടെ ഈ BFSI പ്രോഗ്രാം പറഞ്ഞല്ലോ, BFSIയുടെ കട്ട് ഓഫ് റിലേറ്റീവ് ലോർ ആണ്. BFSI നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ അശ്വിനെ? BFS നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. അവർക്ക് പ്ലേസ്മെന്റ്സ് ഒക്കെ പെട്ടെന്ന് ആവുന്നു. ഓക്കെ,
സോ അതും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. അതെ. ഓക്കെ. സോ കാണുന്ന എല്ലാവരും ഡിസംബർ 23 ഡെഡ് ലൈൻ. ഇതുവരെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടില്ല, ഇപ്പോഴും ഡിസിഷൻ എടുക്കാനാണെങ്കിൽ ഇപ്പം അശ്വിൻ എന്തായാലും നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻസൈഡ് ഔട്ട് ക്യാമ്പസിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അശ്വിൻ ലാസ്റ്റ് നോട്ടിൽ ക്ലോസിംഗ് ആണ്. വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അതായത് ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ? വേറെ എന്ന് പറയുമ്പോൾ എനിക്കത് ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് മാത്രമല്ല, പൊതുവെ എനിക്ക് പറയുന്നത് MBA എടുക്കുന്നതിന് മുമ്പ് നമ്മൾ MBAക്ക് റെഡി ആണോ നമ്മൾ സ്വയമായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് വേണം MBA എടുക്കുക. ഒരു ആവറേജ് പ്ലേസ്മെന്റ്, ആവറേജ് പാക്കേജ് കണ്ടിട്ടായിരിക്കും നമ്മൾ MBA എടുക്കണമെന്ന് നമുക്ക് സ്വയമായിട്ടുള്ള ഒരു MBAക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം MBAക്ക് കയറാൻ. ബാക്കി ഒരു UG പോലെ അല്ല, UG മാത്രമേ. ഓക്കെ അശ്വിൻ, താങ്ക്സ് ലോട്ട് ഫോർ ഷെയറിംഗ് ഓൾ ദിസ് ഇൻഫർമേഷൻ വിത്ത് us. എന്തായാലും കേട്ടിരിക്കുന്നവർക്ക് അഗൈൻ 23rd ആണ് ഡെഡ് ലൈൻ ആൻഡ് ദിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ ടു കൺസിഡർ. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള റിസർച്ചും ചെയ്ത് നോക്കുക. ഇതിന്റെ പുറത്ത് എന്തായാലും മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് ഇൻസൈഡ് ഇൻഫോ നമുക്ക് അശ്വിൻ തന്നിട്ടുണ്ട്. സോ താങ്ക്സ് ലോട്ട് അശ്വിൻ ഫോർ ജോയിനിങ് us. ബൈ.